ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുനി കാർത്തിക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് മാത്സ് പോർഷനാണ്. മാത്സ് പോർഷനിലെ എക്സ്പാൻഡഡ് ഫോം എന്താണ്, ഷോർട്ട് ഫോം എന്താണ്, വാട്ട് ഈസ് എക്സ്പാൻഡഡ് ഫോം ആൻഡ് വാട്ട് ഈസ് ഷോർട്ട് ഫോം, അത് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എൻ്റെ ക്ലാസ് മുഴുവനായിട്ട് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എക്സ്പാൻഡഡ് ഫോം എന്താണ് എന്നുള്ള. ആദ്യം നമുക്ക് എക്സ്പാൻഡഡ് ഫോം നോക്കാം. ഓക്കെ, എക്സ്പാൻഡഡ് ഫോം റെപ്രസെൻറ്റ്സ് എ നമ്പർ ബൈ ഷോയിങ് ദ വാല്യൂ ഓഫ് ഈച്ച് ഡിജിറ്റ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് പ്ലേസ് വാല്യൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്ലേസ് വാല്യൂ, എന്താണ് ഫേസ് വാല്യൂ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ അതുകൂടെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 345 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിട്ടുണ്ട്. അപ്പം ഈ ഓരോ നമ്പറിനെയും അതിൻ്റെ പ്ലേസ് വാല്യൂവിനനുസരിച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. അതിനെയാണ് നമ്മൾ ശരിക്കും എന്തെന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്പാൻഡ് ഫോം എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നമ്മളിങ്ങനെ വികസിപ്പിച്ചെഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു നീട്ടി എഴുതുക എന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ തന്നിരിക്കുന്ന നമ്പറിനെ അതിൻ്റെ പ്ലേസ് വാല്യൂവിനനുസരിച്ച് നമ്മൾ എഴുതുന്നതിനാണ് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുക. ഓക്കെ, എക്സ്പാൻഡഡ് ഫോം എഴുതാൻ വേണ്ടിയിട്ട് നമ്മളൊരു സൈൻ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് സൈനാണെന്നറിയുമോ? നമ്മുടെ പ്ലസ് സൈനാണ് നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ യൂസ് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇവിടെ നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ അല്ലേ തന്നിരിക്കുന്നത്, 345. എക്സ്പാൻഡഡ് ഫോം എഴുതുമ്പോൾ തന്നിരിക്കുന്ന ഡിജിറ്റ്സിൻ്റെ പ്ലേസ് വാല്യൂ നമ്മൾ ഫസ്റ്റ് എഴുതണം. പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് തുടങ്ങുന്നത്? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, അങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ തുടങ്ങുക. ഓക്കെ, അപ്പം നമുക്ക് ഈ 345 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ എഴുതി വെക്കണം. പ്ലേസ് വാല്യൂ എഴുതി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പാൻഡഡ് ഫോം നമുക്ക് തെറ്റുകൂടാതെ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്ലേസ് വാല്യൂ ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ 5 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്ലേസ് എവിടെയാണ്? 5 വൺസ് പ്ലേസിലാണ്. സോറി, ഒരു സെക്കൻഡ്. അപ്പോൾ 5 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ എവിടെയാണ്? വൺസ്. 4 എവിടെയാണ്? ടെൻസ്. അടുത്തത് 100. കണ്ടോ? അപ്പോൾ 5 വൺസിൻ്റെ പ്ലേസിൽ, 4 ടെൻസിൻ്റെ പ്ലേസിൽ, 3 എവിടെയാണ്? 100ൻ്റെ പ്ലേസിലാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ ഈ എക്സ്പാൻഡഡ് ഫോം എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് വേണം. നമ്മൾ പ്ലേസ് വാല്യൂ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതിയെന്നും പറഞ്ഞ് എക്സ്പാൻഡഡ് ഫോം എഴുതുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണ്ട, നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് തുടങ്ങണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ പ്ലേസ് വാല്യൂ ഇപ്പോൾ നോക്കി, 3 എന്ന് പറയുന്ന നമ്പറിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ് നമ്മളിവിടെ 300 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ 300 എന്നുള്ള വാല്യൂ ഒബ്റ്റെയിൻ ചെയ്തത്? നോക്കിയേ, 3 എന്ന് പറയുന്ന നമ്പറിനെ അതിൻ്റെ പ്ലേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 300 എന്നുള്ള എക്സ്പാൻഡഡ് ഫോമിലേക്ക് കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ 3 എന്ന് പറയുന്ന നമ്പർ നമുക്ക് ആദ്യം ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 3 എന്ന് പറയുന്ന നമ്പറിനെ 3യുടെ പ്ലേസ് വാല്യൂ 3 എവിടെയാണ്? 100ൻ്റെ പ്ലേസിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 എന്ന് പറയുന്ന നമ്പറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 എന്ന് പറയുന്ന നമ്പറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 300 എന്ന് കിട്ടും. കണ്ടോ? ആ 300 അല്ലേ നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ 3 എന്ന് പറയുന്ന നമ്പറിൻ്റെ എക്സ്പാൻഡഡ് ഫോം 300 ആണ്. എങ്ങനെയാണ് നമ്മൾ 300 എടുത്തത്, കിട്ടിയത് എങ്ങനെയാണ്? 3 എന്ന് പറയുന്ന നമ്പറിനെ അതിൻ്റെ പ്ലേസ് വാല്യൂ ആയ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 300 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 എന്ന് പറയുന്ന നമ്പറിൻ്റെ എക്സ്പാൻഡഡ് ഫോം കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? എന്ത് ചെയ്യണം? 4 എന്ന് പറയുന്ന നമ്പർ ഏത് പ്ലേസിലാണ്? നോക്കൂ, ടെൻസിൻ്റെ പ്ലേസിലാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 എന്ന് പറയുന്ന നമ്പറിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ? 4 ടെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 അല്ലേ? ആ 40 ആണല്ലോ നമ്മളിവിടെ എഴുതിയിരിക്കുക. അപ്പോൾ 4 എന്ന് പറയുന്ന നമ്പറിനെ എക്സ്പാൻഡഡ് ഫോം വന്നപ്പോൾ നമ്മൾ എത്ര എഴുതി? 40. എങ്ങനെയാണ് 40 കിട്ടിയത്? 4 എന്ന് പറയുന്ന നമ്പറിനെ അതിൻ്റെ പ്ലേസ് വാല്യൂ ആയ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 40 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5ൻ്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതാം? നോക്കൂ, 5ൻ്റെ പ്ലേസ് വാല്യൂ എത്ര? 5ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? ഇത് 0 എന്ന് കൺസിഡർ ചെയ്യരുത് കേട്ടോ. വൺസ് എന്നുള്ളതിൻ്റെ O ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്?
5 തന്നെയാണ് അല്ലേ. ഏതൊരു നമ്പറിനെയും നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെയായിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവിടെ 5 നമുക്ക് കിട്ടി കണ്ടോ. 3യുടെ എക്സ്പാൻഡഡ് ഫോം 300. എങ്ങനെ കിട്ടിയത്? 3 × 100. 4ൻ്റെ എക്സ്പാൻഡഡ് ഫോം നോക്കിയേ, 4 × 10 40. 5ൻ്റെതോ 5 വൺസിൻ്റെ പ്ലേസിലാണ്. സോ 5 × 1 = 5. കണ്ടോ, അപ്പോൾ 345 എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? 300 + 40 + 5. ഈസി അല്ലേ? എല്ലാ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈസി ആയിട്ട് എഴുതാം, വലിയ ടഫായിട്ടുള്ള പോർഷൻ ഒന്നും അല്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്ലേസ് വാല്യൂ എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം എഴുതാം. കാരണം പ്ലേസ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പാൻഡഡ് ഫോം എഴുതുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് ഷോർട്ട് ഫോം? നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കുള്ളൂ. ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയതായിട്ട് നമ്മൾ എഴുതിയാൽ മതി. എക്സ്പാൻഡഡ് ഫോം എന്ന് നമ്മൾ എന്താ? പ്ലസ് സൈനൊക്കെ കൊടുത്ത് നമ്മൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ വലിച്ചു നീട്ടി ഇല്ലേ, നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വികസിപ്പിച്ച് എഴുതി. അതാണ് എക്സ്പാൻഡഡ് ഫോം. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്പാൻഡഡ് ഫോം തരും, നമുക്ക് അതിൽ നിന്ന് ഷോർട്ട് ഫോം എഴുതണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഷോർട്ട് ഫോം റെപ്രസെൻറ്റ്സ് എ നമ്പർ ഇൻ ദെയർ റെസ്പെക്റ്റീവ് പ്ലേസ് വിതൗട്ട് അഡീഷൻ സൈൻസ് ഓർ പ്ലേസ് വാല്യൂ. തന്നിരിക്കുന്ന ഇവിടെ നമുക്ക് തരുന്നത് എക്സ്പാൻഡഡ് ഫോമാണ്. ഓക്കെ, എക്സ്പാൻഡഡ് ഫോം തന്നിട്ടാണ് നമ്മളോട് എന്ത് എഴുതാൻ പറയുക? നിങ്ങൾ ഷോർട്ട് ഫോം എഴുതാൻ പറയുക. അപ്പം നമ്മൾ എന്ത് എഴുതണം? ഓരോ നമ്പറിനെയും അതിൻ്റെ റെസ്പെക്റ്റീവ് പ്ലേസിലേക്ക് എഴുതി വെക്കണം. കണ്ടോ, 5ൻ്റെ പ്ലേസിലേക്ക് 5നെ എഴുതി വെച്ചു. 7ൻ്റെ പ്ലേസ് എവിടെയാണോ അവിടേക്ക് എഴുതി വെച്ചു. 9നെ അതാത് പ്ലേസിലേക്ക് എഴുതി വെച്ചു. പക്ഷെ നമ്മൾ എന്ത് യൂസ് ചെയ്യരുത്? അഡീഷൻ സൈന് നമ്മൾ യൂസ് ചെയ്യരുത്. മാത്രമല്ല നമ്മൾ ഇവിടെ പ്ലേസ് വാല്യൂ നോക്കിയിട്ടുമല്ല ഷോർട്ട് ഫോം എഴുതുന്നത്. നമ്മൾ പ്ലേസ് വാല്യൂ നോക്കിയിട്ട് എഴുതുന്നത് എന്താണ് മക്കളെ? എക്സ്പാൻഡഡ് ഫോമാണ്. ഷോർട്ട് ഫോം എഴുതുമ്പോൾ നമുക്ക് എന്ത് വേണ്ട? നമുക്ക് പ്ലേസ് വാല്യൂ നോക്കണ്ട, നമുക്ക് അഡീഷൻ സൈനായ പ്ലസും കൊടുക്കണ്ട. പകരം എന്ത് ചെയ്തിരിക്കുന്നുണ്ട്? റെസ്പെക്റ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സിനെ നമ്മൾ എടുത്തെഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഈസി ആയില്ലേ? ഇവിടെ നോക്കൂ, 500 എന്ന് പറയുന്ന നമ്പറിൻ്റെ റെസ്പെക്റ്റീവ് പ്ലേസ് നോക്കിയാൽ 5. ഇവിടുത്തെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള നമ്പർ അല്ലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഏതാണ്? 5. ആ 5നെ ഇത് നമ്മൾ ഇവിടേക്ക് എഴുതി. കണ്ടോ, പിന്നെ നോക്കൂ, അടുത്ത നോക്കിയോ, 7നെ നമ്മൾ എഴുതി. 9. കണ്ടോ, ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഷോർട്ട് ഫോം. അപ്പോൾ ഷോർട്ട് ഫോം റെപ്രസെൻറ്റ്സ് എ നമ്പർ, ഒരു നമ്പറാണ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് പ്ലേസ്, അതായത് അതിൻ്റെ കറക്റ്റ് പ്ലേസിലേക്ക് നമ്മൾ എഴുതി വെക്കും. എന്ത് നമ്മൾ നോക്കണ്ട? വിതൗട്ട് അഡീഷൻ സൈൻ ഓർ പ്ലേസ് വാല്യൂ. ഷോർട്ട് ഫോം എഴുതുമ്പോൾ നമുക്ക് അഡീഷൻ സൈൻ്റെ ആവശ്യമില്ല, പിന്നെ എന്തും വേണ്ട, പ്ലേസ് വാല്യൂവും നോക്കണ്ട. അപ്പോൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റില്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ദേ ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, തന്നിരിക്കുന്നത് ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. നമ്പർ എത്രയാണ്? 823. അപ്പോൾ നമുക്ക് എന്താ എഴുതേണ്ടത്? എക്സ്പാൻഡഡ് ഫോം എഴുതണം. അപ്പോൾ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതിയിരിക്കുന്നത്? എക്സ്പാൻഡഡ് ഫോം എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ മറക്കാണ്ട് എഴുതി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പാൻഡഡ് ഫോം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പ്ലേസ് വാല്യൂ എഴുതി വെച്ചാലോ. അപ്പോൾ 3യുടെ നോക്കൂ, നിങ്ങൾ തന്നെ നോക്കൂ, 3യുടെ പ്ലേസ് വാല്യൂ എത്രയാണ്? 3 എവിടെയാണ്? 1s പ്ലേസിലാണുള്ളത്. 2 എവിടെയാണ്? 10s പ്ലേസിലാണ്. 8 എവിടെയാണ്? 100ൻ്റെ പ്ലേസിലാണുള്ളത്. കണ്ടോ, അപ്പോൾ നമുക്ക് എക്സ്പാൻഡഡ് ഫോം എഴുതാമല്ലോ. നമ്മൾ പ്ലസ് സൈൻ ചേർക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് മോസ്റ്റ് നമ്പർ നോക്കാം. ആരാണ് ഏറ്റവും ഇടത്തെ അറ്റത്തിരിക്കുന്നത്? 8 ആണല്ലേ. 8ൻ്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 8നെ അതിൻ്റെ പ്ലേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ എന്താണ് മക്കളെ? 8ൻ്റെ പ്ലേസ് വാല്യൂ 100 ആണ്. അപ്പം 8 × 100 എന്ന് പറഞ്ഞാൽ എത്ര ആണ്? 800 ആണ്. അപ്പം നമുക്ക് 8ൻ്റെ എക്സ്പാൻഡഡ് ഫോം ഫസ്റ്റ് എഴുതി വെക്കാം. എത്ര കിട്ടി നമുക്ക് ആൻസർ? 800. കണ്ടോ, എന്നിട്ട് നമ്മൾ എന്ത് ചേർക്കണം? പ്ലസ് സൈൻ കൊടുക്കണം. അതേപോലെ 2ൻ്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതുന്നത്? 2നെ അതിൻ്റെ പ്ലേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 2നെ അതിൻ്റെ പ്ലേസ് വാല്യൂ ആയ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് മക്കളെ കിട്ടുക? 20 കിട്ടും ഇല്ലേ. അപ്പോൾ നമുക്ക് 2ൻ്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതണം? 20. കണ്ടോ, എന്നിട്ട് വീണ്ടും പ്ലസ് സൈൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നോക്കിയേ,
3ൻ്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതാം? 3നെ അതിൻ്റെ പ്ലേസ് വാല്യൂ ആയ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. നമുക്കത് ഒന്നും നോക്കാം. നമ്മൾ 1 3s are 3 എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 3നെ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 3 അല്ലേ കിട്ടുക. കണ്ടോ? അപ്പം 823 എന്ന് പറയുന്ന നമ്പറിൻ്റെ എക്സ്പാൻഡഡ് ഫോം എത്ര കിട്ടി? 800 + 20 + 3. ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പം നമുക്ക് അടുത്ത നമ്പർ നോക്കിയാലോ. അടുത്ത ഒരു 2 ഡിജിറ്റ് നമ്പറാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 67 ആണ് നമ്മുടെ അടുത്ത നമ്പർ. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്ലേസ് വാല്യൂ എഴുതി വെക്കണം. അപ്പോൾ 7ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 7 1ൻ്റെ പ്ലേസിലാണ്, 6 10ൻ്റെ പ്ലേസിലാണ്. അപ്പോൾ നമുക്ക് എക്സ്പാൻഡഡ് ഫോം എഴുതാം. ഈസി അല്ലേ? അപ്പോൾ 6ൻ്റെ എക്സ്പാൻഡഡ് ഫോം നമ്മൾ എങ്ങനെ എഴുതുന്നത്? 6ൻ്റെ പ്ലേസ് വാല്യൂ ആയ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 6 × 10 = 60. അപ്പോൾ 6ൻ്റെ എക്സ്പാൻഡഡ് ഫോം നമുക്ക് എന്താ കിട്ടിയത്? നിങ്ങളും കൂടെ പറഞ്ഞെഴുതിക്കേ, 60. കണ്ടോ? എന്നിട്ട് നമ്മൾ ഏത് സൈൻ കൊടുക്കണം? പ്ലസ് സൈൻ കൊടുത്തു. ഇനി ആരുടെയാണ് കണ്ടുപിടിക്കേണ്ടത്? 7ൻ്റെ പ്ലേസ് വാല്യൂ എവിടെയാണ്? 7 ആരുടെ പ്ലേസിലാണ് ഇരിക്കുന്നത്? 1ൻ്റെ പ്ലേസിലാണ്. 7 1s are 7 ആണ്. അപ്പോൾ 60 + 7 എന്നുള്ളതാണ് 67 എന്ന് പറയുന്ന നമ്പറിൻ്റെ എന്ത്? എക്സ്പാൻഡഡ് ഫോം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളൊരു 4 ഡിജിറ്റ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ്പാൻഡഡ് ഫോം എഴുതുമ്പോൾ നമുക്ക് ഒരു ഡിജിറ്റും കൂടെ, നമുക്ക് ഒരു പ്ലേസും കൂടെ കൂടുതൽ വരും അല്ലേ? അപ്പോൾ ഇവിടെ 3178 എന്നുള്ള ഒരു നമ്പറാണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പാൻഡഡ് ഫോം എഴുതുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടേ? എളുപ്പം പറയൂ, എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരെ അതിൻ്റെ പ്ലേസ് വാല്യൂ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് എഴുതിയാലോ. നമ്മൾ 8ൻ്റെ പ്ലേസ് എവിടെയാണ്? 1s, 7ൻ്റെ പ്ലേസ് 10s, 1 100ൻ്റെ പ്ലേസിലാണുള്ളത്. അപ്പോൾ പുതിയ ആൾ ഇവിടെ വന്നിട്ടുണ്ട്, 3. അപ്പോൾ എവിടെയാണ്? 1000ൻ്റെ പ്ലേസിലാണ്. കണ്ടോ? 1000 എന്നുള്ളതിന് നമ്മൾ Tയും Hഉം കൂടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലേസ് വാല്യൂ എഴുതിയല്ലോ. അപ്പോൾ നമുക്ക് വേഗം എക്സ്പാൻഡഡ് ഫോം എഴുതാം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസിൽ നിന്ന് പറഞ്ഞാൽ അത് മറന്നു പോകരുത്. പ്ലേസ് വാല്യൂ എവിടുന്ന് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് എഴുതുന്നത്. അതേപോലെ എക്സ്പാൻഡഡ് ഫോം എഴുതുമ്പോൾ നമ്മൾ തെറ്റിക്കരുത്. എക്സ്പാൻഡഡ് ഫോം എഴുതുമ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? ദ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഫസ്റ്റ്. ഓക്കെ, അവിടുന്ന് തന്നെ നമ്മൾ തുടങ്ങണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. നമ്മൾ 3യുടെ പ്ലേസ് വാല്യൂ എത്ര? 3 എവിടെയാ? 3000ൻ്റെ പ്ലേസിലായിരിക്കുന്നത് അല്ലേ? അപ്പോൾ 3 × 1000 എന്ന് കൊടുക്കണം. 3 × 1000. 3 × 1000 എത്രയാണ് മക്കളെ? 3 × 1000 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3000. കണ്ടോ? 3000. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത പ്ലസ് സൈൻ കൊടുത്തു. 3000 + 1ൻ്റെ പ്ലേസ് വാല്യൂ 100ലാണ്. അപ്പോൾ 1 × 100 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 100 അല്ലെങ്കിൽ 100 എന്നൊക്കെ പറയാം. ഓക്കെ, പ്ലസ് സൈൻ കൊടുത്തു. അടുത്ത് നോക്കൂ, 7ൻ്റെ പ്ലേസ് വാല്യൂ 7 10ൻ്റെ പ്ലേസിലാണ്. 7 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70 ആണ്. ഓക്കെ, അടുത്തത് നോക്കൂ, നമ്മുടെ 8ൻ്റെ പ്ലേസ് 1സിലാണ്. 8 × 1 എന്ന് പറഞ്ഞാൽ 1 8s are 8. കണ്ടോ? അപ്പോൾ നമ്മൾ 3178ൻ്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതിയത്? 3000 + 100 or 100 + 70 + 8. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ നോക്കിയാലോ. അടുത്തതും ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. നമ്പർ എത്രയാണ്? 2409. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പാൻഡഡ് ഫോം എഴുതണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നേരെ പോയി പ്ലേസ് വാല്യൂ എഴുതുക. നമുക്ക് പ്ലേസ് വാല്യൂ എഴുതാം. 1s, 10s, 100s, then 1000. ഓക്കെ, അപ്പോൾ നോക്കൂ, 2ൻ്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതുന്നത്? 2000ൻ്റെ പ്ലേസിലാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 2 × 1000 എന്ന് പറയുമ്പോൾ 2000. ഓക്കെ, 2 × 1000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000. അടുത്തത് 4 നോക്കൂ. 2000 എങ്ങനെയാണ് കിട്ടിയേ? 2 ആരുടെ പ്ലേസിലാണ്? 1000ൻ്റെ പ്ലേസിൽ. സോ 2 × 1000 എന്ന് പറയുന്നതാണ് 2000. ദെൻ 4 നോക്കൂ. 4 100ൻ്റെ പ്ലേസിലാണ്. ദാറ്റ് മീൻസ് 4 × 100. 4 × 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400. ഓക്കെ, ദെൻ നോക്കൂ, 0. ഇവിടെ 0 ആണ്. 0 ഏത് പ്ലേസിലാണ്? 10സിൽ. അപ്പോൾ എവിടെ ഏത് പ്ലേസിൽ ഇരുന്നാലും 0 ആണെങ്കിൽ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ 0 തന്നെ കൊടുക്കണം. ലാസ്റ്റ് വൺ 9 ആണ്. 9 1ൻ്റെ പ്ലേസിലാണ്. 9 1s are 9.
കണ്ടോ? അപ്പോൾ അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം നമ്മൾ എഴുതി നോക്കൂ. 2ൻ്റെ പ്ലേസ് 1000 ആയതുകൊണ്ട് 2000, ദെൻ 4ൻ്റെ പ്ലേസ് വാല്യൂ 100 ആയതുകൊണ്ട് 400, 0 ആണ് 10ൻ്റെ പ്ലേസിലാണ്, പക്ഷേ 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താലും നമുക്ക് 0 തന്നെ വരും. 9 1ൻ്റെ പ്ലേസിലാണ്, സോ 9 × 1 = 9. അപ്പം എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതി? 2000 + 400 + 0 + 9. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കൂ, ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. ഓക്കെ, നമ്പർ എത്രയാണ്? 643. അപ്പോൾ നമുക്ക് വേഗം പ്ലേസ് വാല്യൂ എഴുതാം. പ്ലേസ് വാല്യൂ എഴുതിയേ പറ്റുള്ളൂ. ഓക്കെ, നോക്കൂ, 1s, 10s, 100s. ഇവിടെ 3 ഡിജിറ്റ് നമ്പറാണ്, 100 വരെ ഉള്ളൂ അല്ലേ? നമ്മളതിൻ്റെ തൊട്ട് മുകളിൽ 4 ഡിജിറ്റാണ്, അതായത് 1000ൻ്റെ പ്ലേസ് വാല്യൂ വരെ വരുന്ന നമ്പറാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എഴുതാം. 6 100ൻ്റെ പ്ലേസിലായതുകൊണ്ട് ദാറ്റ് മീൻസ് 6 × 100. 6 × 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 600. ഇത് 100 ആണ് കേട്ടോ. 6 × 100 എന്ന് പറഞ്ഞാൽ 600. ഓക്കെ, അടുത്ത് നോക്കൂ, 4 എവിടെയാണ്? 4ൻ്റെ പ്ലേസ് വാല്യൂ സൂക്ഷിച്ച് നോക്കിക്കേ. 4ൻ്റെ പ്ലേസ് വാല്യൂ എവിടെ? 4 10ൻ്റെ പ്ലേസിലായതുകൊണ്ട് 4 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40. അഗെയിൻ പ്ലസ് സൈൻ കൊടുക്കുക. 3 എവിടെയാണ്? 3 1ൻ്റെ പ്ലേസിലാണ്, ദാറ്റ് മീൻസ് 3 × 1 ഓർ 1 × 3. എങ്ങനെ ആയാലും നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര തന്നെ ആയിരിക്കും? 3 × 1 = 3. കണ്ടോ? അപ്പോൾ നമ്മൾ 643 എന്ന് പറയുന്ന നമ്പറിൻ്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? 6 100ൻ്റെ പ്ലേസിലാണ്, സോ 600. 4 10ൻ്റെ പ്ലേസിലാണ്, ദാറ്റ് മീൻസ് 40. 3 1ൻ്റെ പ്ലേസിലാണ്, ദാറ്റ് മീൻസ് 3. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 600 + 40 + 3. അപ്പോൾ എക്സ്പാൻഡഡ് ഫോം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. പ്ലേസ് വാല്യൂ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എക്സ്പാൻഡഡ് ഫോം എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ട് ഫോമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഷോർട്ട് ഫോം നമുക്ക് ഈസിയാണ്. എക്സ്പാൻഡഡ് ഫോം ആയിരിക്കും തരുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റീവ് ആയിട്ടുള്ള നമ്മളതിൻ്റെ ഡിജിറ്റ്സ് മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 300 + 60 + 9. എപ്പോഴും ശ്രദ്ധിക്കണം, ഷോർട്ട് ഫോം എഴുതാമെന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നത് എക്സ്പാൻഡഡ് ഫോം ആയിരിക്കും. എക്സ്പാൻഡഡ് ഫോം തന്നിട്ടാണ് നമ്മളോട് എന്ത് എഴുതി വെക്കാൻ പറയുക? അതിൻ്റെ ഷോർട്ട് ഫോം എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് ഈസി ആണല്ലേ? ഇവിടത്തെ നോക്കിയാൽ ഫസ്റ്റിലെ 300 ആണ്. 300 എന്നുള്ളതിൻ്റെ നമ്മൾ എന്ത് എഴുതി വെക്കുക? 3 എഴുതി വെക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ മാത്രം എഴുതിയാൽ മതി അല്ലേ? അടുത്ത നോക്കിയാൽ 60 ആണ്. 60 എന്നുള്ളിടത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. സോ 6 എഴുതി. നെക്സ്റ്റ് 1 ഈസ് 9. കണ്ടോ? അപ്പോൾ നമ്മൾ എളുപ്പമല്ലേ ഷോർട്ട് ഫോം എഴുതി? 300 + 60 + 9 എക്സ്പാൻഡഡ് ഫോം തന്നാൽ അതിൻ്റെ ഷോർട്ട് ഫോം പറഞ്ഞാൽ അതിൻ്റെ റെസ്പെക്റ്റീവ് നമ്പർ മാത്രം നമ്മൾ എടുത്തെഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഷോർട്ട് ഫോം കിട്ടിയില്ലേ? ഈസി അല്ലേ? അടുത്ത നോക്കാം. ദേ ഇവിടെ നോക്കിയേ, 2000 + 500 + 90 + 2. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഫോം നമുക്ക് എങ്ങനെ എഴുതാം? 2000 എന്നുള്ളതിൻ്റെ 2 എഴുതാം. കണ്ടോ? 500 എന്നുള്ളതിൻ്റെ 5 എഴുതി. 90 എന്നുള്ളതിൻ്റെ 9, ദെൻ 2. കണ്ടോ? അപ്പം രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഷോർട്ട് ഫോം എഴുതിയില്ലേ? 2000 എന്നുള്ളതിൻ്റെ റെസ്പെക്റ്റീവ് നമ്പറായ 2 എഴുതാം. 500ന് 5 എഴുതി. 90 എന്നുള്ളതിൻ്റെ റെസ്പെക്റ്റീവ് നമ്പറായ 9 എഴുതി. ദെൻ ലാസ്റ്റ് 1 ഈസ് 2. അപ്പോൾ ഇത്ര ഇങ്ങനെ എഴുതി വെക്കുന്നതാണ് നമ്മളത് ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. ഷോർട്ട് ഫോം നമുക്ക് എഴുതാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. നോക്കിയേ, 8000 + 600 + 30 + 3 അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതണം? ആദ്യത്തെ നമ്പർ 8 എഴുതുക. നെക്സ്റ്റ് 1 ഈസ് 6, നെക്സ്റ്റ് 1 ഈസ് 3 ആൻഡ് അഗെയിൻ 3. കണ്ടോ? അപ്പം ഷോർട്ട് ഫോം നമ്മൾ എളുപ്പം എഴുതിയല്ലോ. ഇനി അടുത്ത് നോക്കിയേ, 4000 + 700 + 7. ഇവിടെ നമുക്ക് എങ്ങനെ ഷോർട്ട് ഫോം എഴുതാം? 4000 എന്നുള്ളതിന് 4, അടുത്തത് 700 എന്നുള്ളതിന് 7, വീണ്ടും 7. ഓക്കെ, നോക്കിയേ, 5th ക്വസ്റ്റ്യൻ നോക്കിയേ, 900 എന്നുള്ളതിന് നമുക്ക് എന്തെഴുതാം? നമ്മൾ 9 എഴുതി. 70 എന്നുള്ളതിന് നമ്മൾ 7 എഴുതി. ലാസ്റ്റ് 1 0, 970. അപ്പോൾ ഷോർട്ട് ഫോം എഴുതാനായിട്ട് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് എഴുതാൻ പറ്റും ഇല്ലേ? ഇനി ഞാൻ ഇവിടെ ഓൾറെഡി ഞാൻ എഴുതി വെക്കാത്ത ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, അതായത് നമുക്ക് ഈ മുകളിലത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. അതായത് 4000
പ്ലസ് 700 പ്ലസ് 7. അപ്പം ഇതിൻ്റെ ഷോർട്ട് ഫോം എഴുതാനാണ് തന്നെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ഒരു 4 ഡിജിറ്റ് നമ്പറിൻ്റെ ഷോർട്ട് ഫോമാണ് നമ്മൾ എഴുതുന്നതെന്ന് കരുതുക. ഇവിടെ നമുക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് വൺസ് പ്ലേസിലുള്ളതാണ്. ഇവിടെ 100ൻ്റെ പ്ലേസ് ആണ്. ഈ നമ്പർ തന്നെ ഇത് ഞാൻ എളുപ്പം എഴുതിയാണ്. ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇവിടെ നോക്കി, ഇവിടെ 100ൻ്റെ പ്ലേസ് ആണ്. ഇവിടെ 4000ൻ്റെ പ്ലേസ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഇവിടോട്ട് ഒന്നുകൂടെ വരാം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ചെറിയൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ഷോർട്ട് ഫോം എഴുതുമ്പോൾ നമ്മൾ പ്ലേസ് വാല്യൂ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്നാലും ജസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് നോക്കിയേ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരാളും മിസ്സിങ് ആണ്. ആരാന്നറിയാവോ? ഇപ്പോൾ നമ്മളിവിടെ പ്ലേസ് വാല്യൂ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുകയാണെങ്കിൽ ഇത് വൺസിൻ്റെ പ്ലേസിലാണ്. കണ്ടോ? ഈ 100 എന്ന് പറയുമ്പോൾ അത് ഏത് പ്ലേസിലാണ്? 100ൻ്റെ പ്ലേസിലാണ്. ഈ 4000 എന്ന് പറയുമ്പോൾ അത് 1000ൻ്റെ പ്ലേസിലാണ്. കണ്ടോ? അപ്പോൾ നമുക്കിവിടെ ചെറിയ കറക്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഈ നമ്പർ ഒന്ന് മായ്ച്ച് കളഞ്ഞിട്ട് ഒന്നുകൂടെ അത് പറഞ്ഞുതരാം. അത് പറഞ്ഞു വന്നപ്പോൾ വിട്ടുപോയതാണ് കേട്ടോ. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കി, ഇവിടെ നമ്മൾ ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. കാരണം വൺസ് പ്ലേസ് ഉണ്ട്, ടെൻസ് പ്ലേസ് ഉണ്ട്, 100ൻ്റെ പ്ലേസ് ഉണ്ട്, 1000ൻ്റെ പ്ലേസ് ഉണ്ട്. ഇവിടെ വന്നപ്പോഴേ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഈ 7 എന്ന് പറയുന്നത് ഒരു 1 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? അത് 1ൻ്റെ പ്ലേസിലാണ്. ഇവിടെ നോക്കിയേ, 100 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് 100ൻ്റെ പ്ലേസിലുള്ളതാണ്. ഇവിടെ 4000 എന്ന് പറയുമ്പോൾ അത് ആരുടെ പ്ലേസിലാണ് ഇരിക്കുന്നത്? 1000ൻ്റെ പ്ലേസിലാണ് ഇല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പെട്ടെന്ന് എഴുതി പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം എഴുതി വെച്ച പോലെ തന്നെ നമ്മൾ അതിൻ്റെ പ്ലേസ് വാല്യൂ എഴുതി വെക്കും. എങ്ങനെ എഴുതി വെക്കും? ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ താഴെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ എഴുതുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് എഴുതുവാണെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് ഫോം നമ്മൾ എങ്ങനെ എഴുതി വെക്കും? 477 എന്നായിരിക്കും നമ്മളിതിൻ്റെ ഷോർട്ട് ഫോം എഴുതി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ആൻസർ കറക്റ്റ് ആയിരിക്കില്ല. എന്താ കാരണം? ഒന്ന് നോക്കിക്കേ, ഈ 7 എന്ന് പറയുന്നത് വൺസിൻ്റെ പ്ലേസിലാണ്. 4000 ആണ് തന്നിരിക്കുന്നത്. 4000 എന്ന് പറയുമ്പോൾ 1000 വരെയുള്ള പ്ലേസ് വാല്യൂ വന്നു. അപ്പോൾ എത്ര പ്ലേസ് ഉണ്ട്? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000. എത്ര നമ്പർ വന്നു? 4 നമ്പർ വന്നു. പക്ഷേ ഞാനിവിടെ ആദ്യം എഴുതി വെച്ച നമ്പറിൽ എത്ര ഉള്ളായിരുന്നു ഡിജിറ്റ്സ്? 3 ഡിജിറ്റ്സേ ഉള്ളായിരുന്നു. അതായത് 477 എന്ന് പറയുന്ന 3 ഡിജിറ്റ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയാൽ എക്സ്പാൻഡഡ് ഫോം 1000ൻ്റെ പ്ലേസ് വരെയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്താ നമ്മൾ എഴുതുന്ന ആൻസറും ഒരു 4 ഡിജിറ്റ് നമ്പറായിരിക്കണം. ഞാൻ ആദ്യം ശ്രദ്ധിക്കാതെ പറഞ്ഞു പോയതുകൊണ്ട് കേട്ടോ, ആദ്യത്തെ ഫ്ലോയിൽ പറഞ്ഞു പോയതുകൊണ്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 4 ഡിജിറ്റ് നമ്പറിൻ്റെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. തൊട്ട് മുകളിലത്തെ നമ്പർ നോക്കി, ഇവിടെ നമ്മൾ മൊത്തം എഴുതിയിട്ടുണ്ട്. കാരണം ഇത് 1000ൻ്റെ വരെ വന്നതുകൊണ്ട് ഇതും വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000s 4 ഡിജിറ്റുള്ള നമ്പർ തന്നെ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം എഴുതിയപ്പോഴും ഇവിടെ എത്ര പ്ലേസ് വന്നിട്ട്? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000 വന്നിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസ് നോക്കിക്കുക മക്കളെ, ഇത് 4000 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, തന്നിരിക്കുന്ന ഡിജിറ്റിൻ്റെ ആൻസർ ഒരു 4 പ്ലേസ് വാല്യൂവിൽ വരണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇവിടെ ഏതോ ഒന്ന് മിസ്സിങ് ആയിട്ടുണ്ട്. വൺസിൻ്റെ പ്ലേസ് ഉണ്ട്, 100ൻ്റെ പ്ലേസ് ഉണ്ട്, 1000ൻ്റെ പ്ലേസ് ഉണ്ട്. ഇതിൽ മിസ്സിങ് ആയിട്ടുള്ള പ്ലേസ് ആരാണ്? ഇവിടെ മിസ്സിങ് ആയിട്ടുള്ള വൺസ്. അടുത്ത് ഇവിടെ മിസ്സിങ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ടെൻസ്. അവിടെ മിസ്സിങ് ആണ്. ഉണ്ടല്ലേ? നമുക്ക് എക്സ്പാൻഡഡ് ഫോം എഴുതുമ്പോൾ ഈ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഷോർട്ട് ഫോമിലേക്ക് എഴുതുമ്പം ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ കുഞ്ഞുങ്ങളുടെ ടെക്സ്റ്റിൽ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ആൻസർ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്കിവിടെ തന്നിട്ടില്ലാത്ത പ്ലേസ് ചെയ്ത ടെൻസിൻ്റെ പ്ലേസിലുള്ള എക്സ്പാൻഡഡ് ഫോം ഇവിടെ തന്നിട്ടില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയേ. 7 എന്ന് പറയുമ്പോൾ ഒരു 1 ഡിജിറ്റ് നമ്പറാണല്ലേ? അപ്പോൾ അത് ഏത് പ്ലേസിലുള്ളതാണ് മക്കളെ? 1ൻ്റെ പ്ലേസിലാണ്. നോക്കൂ, 700 ആണ്. സോ അത് 100ൻ്റെ പ്ലേസ് വാല്യൂയിലുള്ളതാണ്. 4000 ആണ്. സോ അത് 1000ൻ്റെ പ്ലേസിലാണ്. അപ്പോൾ നമുക്കിവിടെ തരാത്തത്, അവർ ക്വസ്റ്റ്യനിൽ തരാത്തത് ആരെയാണ്? 10ൻ്റെ പ്ലേസിലുള്ള ആളെ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ തൊട്ട് മുമ്പിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. കണ്ടോ, 4 ഡിജിറ്റ് നമ്പറിന് 4 ഡിജിറ്റ്സും അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം തന്നിട്ടുണ്ട്. 4 നമ്പറിൻ്റെ എക്സ്പാൻഡഡ് ഫോം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ നമ്പറിൻ്റെയും റെസ്പെക്റ്റീവായിട്ടുള്ള നമ്പർ മാത്രം നമുക്ക് എടുത്തെഴുതാൻ മതിയായിരുന്നു ഇവിടെ. കണ്ടോ, പക്ഷേ ഇവിടെ ലാസ്റ്റ് 4000 എന്ന് തരുമ്പോൾ ഓർത്തോണം, 4000 എന്ന് പറയുമ്പോൾ 4 പ്ലേസ് വാല്യൂ വരുന്ന, അല്ലെങ്കിൽ ഒരു 4 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് ആ
ആൻസർ എഴുതുമ്പോഴും എന്ത് തന്നെ വരണം, ഒരു 4 ഡിജിറ്റ് നമ്പർ വരണം. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് മിസ്സിങ് ആരാണെന്ന് നോക്കണം. ഏത് പ്ലേസിലുള്ള എക്സ്പാൻഡഡ് ഫോമാണ് അവർ തരാത്തതെന്ന് നോക്കണം. നമുക്ക് ഇവിടെ തന്നിട്ടില്ലാത്തത് ടെൻസിൻ്റെ പ്ലേസിലുള്ള എക്സ്പാൻഡഡ് ഫോമാണ് തന്നിട്ടുള്ളത്. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ആൻസർ എഴുതുമ്പം ഈ ടെൻസിൻ്റെ പ്ലേസിലുള്ള ആളെയും കൂടെ ചേർത്ത് നമുക്ക് എഴുതണം. അവർ പക്ഷെ നമുക്ക് തന്നിട്ടുമില്ല ക്വസ്റ്റിന്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ആൻസർ എഴുതുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പം നമുക്ക് ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസിൽ 1000ൻ്റെ പ്ലേസിൽ തന്നിട്ടുണ്ട് 4. അപ്പം നമ്മൾ ആദ്യം എന്തെഴുതി? ഈ 4 ഇവിടെ എഴുതി വെച്ചു. കണ്ടോ? പിന്നെ നമുക്ക് 700 ആണ്, അതായത് 100ൻ്റെ പ്ലേസിലുള്ള എക്സ്പാൻഡഡ് ഫോം തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 700. അതിൻ്റെ റെസ്പെക്റ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എഴുതാം? 7 എഴുതാം. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുമ്പേ ആദ്യം ഞാൻ എഴുതിയ പോലെ നമ്മൾ എന്തെഴുതും? ഇതിൻ്റെ കൂടെ ഒരു 7 കൂടെ അങ്ങ് എഴുതി വെക്കും. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു 4 ഡിജിറ്റാണ്. 1000 പ്ലേസ് വരുമ്പോൾ നമ്മൾ ഈ 4000 എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിൽ വെക്കണം, ഒരു 4 അക്ക നമ്പറാണ് നമുക്ക് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസർ 4 അക്ക നമ്പർ തന്നെ വരണം, അല്ലെ 4 ഡിജിറ്റ് തന്നെ വരണം. അപ്പോൾ തരാത്തത് ആരാണെന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കണം. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചു ടെൻസിൻ്റെ പ്ലേസിലുള്ള എക്സ്പാൻഡഡ് ഫോം തന്നിട്ടില്ല. അപ്പം നമുക്ക് എങ്ങനെ ആ ഭാഗം കവർ ചെയ്ത് പോകാൻ നോക്കാം. അപ്പോൾ 4ൻ്റെത് റെസ്പെക്റ്റീവ് നമ്പർ 4 എഴുതി, 4000 എന്നുള്ളതിന് 4 എഴുതി, 700 എന്നുള്ളതിന് 7 എഴുതി. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് വൺസിൻ്റെ പ്ലേസ് ആണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ടെൻസിൻ്റെ പ്ലേസിലുള്ള വാല്യൂ തരാത്തത് കൊണ്ട് നമുക്കവിടെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം? 0 ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, ഇതിപ്പോൾ ഒരു 4 ഡിജിറ്റ് നമ്പർ ആയല്ലേ. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്. ഇപ്പോൾ എന്തായി? ആൻസറും ഒരു 4 ഡിജിറ്റ് നമ്പറായി. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിച്ചാൽ മതി, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അത് ഞാൻ റബ്ബ് ചെയ്ത് കളഞ്ഞോളാം. അപ്പം ഇത്രയും കാര്യം മാത്രം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം 300ൻ്റെ അല്ലെങ്കിൽ ഒരു 3 ഡിജിറ്റ് നമ്പർ തരുവാണേലും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം തന്നിട്ടുള്ള വാല്യൂവിൻ്റെ നമ്പറിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് 100ലാണോ 1000ലാണോ എന്ന് മക്കളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, നമുക്കിത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്, എക്സ്പാൻഡഡ് ഫോം എന്താണ്, ഷോർട്ട് ഫോം എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എക്സ്പാൻഡഡ് ഫോം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് തന്നിരിക്കുന്ന നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ എഴുതിയിട്ട് തന്നിരിക്കുന്ന ഡിജിറ്റിനെ ആ പ്ലേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്പാൻഡഡ് ഫോം ലഭിക്കുക. ഓക്കെ, ഷോർട്ട് ഫോം എന്ന് പറയുമ്പം നമുക്ക് ശ്രദ്ധിക്കണം, തന്നിരിക്കുന്നത് ഒരു പ്ലേസ് വാല്യൂ നോക്കിയിട്ട് എവിടം വരെ തന്നിട്ടുണ്ടെന്നുള്ളത് നോക്കണം. ഇവിടെ 3000 ആണെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് നമുക്ക് എത്ര പ്ലേസ് കാണണം? തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് 3 എന്താണ് എക്സ്പാൻഡഡ് ഫോമിൻ്റെ വാല്യൂ കാണണം. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു 2000 എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എത്ര ഡിജിറ്റ് നമ്പറാണ്? 4 ഡിജിറ്റ് അല്ലെ 4 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 4 ഡിജിറ്റിലുള്ള വാല്യൂ തന്നിട്ടുണ്ട്. വേണ്ടേ? വൺസ് പ്ലേസിലുള്ളത്, ടെൻസ് പ്ലേസിലുള്ളത്, 100ൻ്റെ പ്ലേസിലുള്ളത്, 1000ൻ്റെ പ്ലേസിലുള്ളത് തന്നിട്ടുണ്ട്. സോ നമുക്ക് എളുപ്പമായിരിക്കും, നമുക്ക് ഓരോന്ന് റെസ്പെക്റ്റീവ് നമ്പർ 2, 5, 9, 2 എഴുതി വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഷോർട്ട് ഫോമായി. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കും, നമുക്ക് കൺഫ്യൂഷൻ വന്ന എവിടെയാണ്? ദേ ഇവിടെ 4000 എന്ന് തന്നിട്ട് അവരാകെ 3 എക്സ്പാൻഡഡ് ഫോമിൻ്റെ വാല്യൂവേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ പോർഷനിൽ നമ്മൾ 0 ആഡ് ചെയ്ത് വേണം എക്സ്പാൻഡഡ് ഫോം എഴുതാൻ. ഓക്കെ, അപ്പം എല്ലാവർക്കും എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ എല്ലാ മക്കളും ക്ലാസ് മുഴുവനായിട്ട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു മാത്സ് ടോപ്പിക്കുമായിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.